ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വോയിസ് ഓക്കെ ആണോ? ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, നമുക്ക് വോയിസ് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്നാൽ മതി. ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇൻകോൾ മെസ്സേജസ് അതിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. എല്ലാവരും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക. കാരണം നിങ്ങൾ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നനുസരിച്ചാണ് നിങ്ങൾ നെക്സ്റ്റ് ട്രെയിനിങ് സെഷനിലേക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മുന്നേ അറ്റൻഡ് ചെയ്തിരുന്ന മീറ്റിങ്ങിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും എന്തായാലും 11 മേലെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? അതെ, അപ്പോൾ നമ്മളോടൊരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതനുസരിച്ചാണ് നമുക്കിവിടെ മെമ്പേഴ്സ് കുറവ് വരുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മഞ്ജു സതീഷ്, തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. കറൻ്റ്ലി ഞാനിവിടെ സൂപ്പർവൈസർ റാങ്കിൽ വർക്ക് ചെയ്യാണ്. ബേസിക്കലി ഞാനൊരു ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ എന്താണ് പേര്, നിങ്ങൾ ഹൗസ് വൈഫാണോ, അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ എംപ്ലോയി ആണോ എന്നുള്ളതും, പിന്നെ നിങ്ങൾക്ക് ആരാണ് ഈ ലിങ്ക് തന്ന വ്യക്തിയുടെ പേര് അറിയാമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. പെട്ടെന്നായിക്കോട്ടെ. റംഷീദ, ഹൗസ് വൈഫ്. ആഷ്ന, ഓക്കെ. പെട്ടെന്നായിക്കോട്ടെ കേട്ടോ. ഷിഫാന, ഓക്കെ, തൃശ്ശൂർ. ഓക്കെ, ലിജി, ഓക്കെ. ആരിഫ, ഹൗസ് വൈഫ്, ഓക്കെ. നൂർജവാൻ, ഹൗസ് വൈഫ്, ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റായി വന്നവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് മഞ്ജു എന്നാണ്, തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. കറൻ്റ് ഞാനിവിടെ സൂപ്പർവൈസർ റാങ്കിൽ വർക്ക് ചെയ്യാണ്. ബേസിക്കലി ഞാനൊരു ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരു കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തന്നെ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ഫോർ അവർ ലിവിങ് പ്രോഡക്ട്സ് ഇൻ്റർനാഷണൽ എന്നാണ്. 170+ കൺട്രീസിൽ ഒരു 46 വർഷത്തിന് മേലെ വർക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു കമ്പനിയാണിത്. ഓക്കെ, ഹെൽത്ത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ് നമുക്കിത് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ബെസ്റ്റ് അലോവേര പ്രൊഡക്റ്റ്, ബെസ്റ്റ് ഹണി, ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഫോർ അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഇപ്പോൾ യൂറോപ്യൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും നമുക്കൊരു 24ഓളം ഓഫീസേഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഓഫീസ് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് മുംബൈ ബാന്ദ്രയിലാണ്. കേരളത്തിലെ ഓഫീസ് വരുന്നത് എറണാകുളം വൈറ്റിലാണ്. ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്. എറണാകുളം വൈറ്റിലെ ഓഫീസിൽ നിങ്ങൾക്ക് പോകണമെന്നാണെങ്കിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ തരാനായിട്ട് നമ്മുടേതായ ആൾക്കാർ, ഓഫീസേഴ്സ്, സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ ഉണ്ട്. അല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി തരും. ഇപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും വരുന്നുണ്ടോ നെറ്റ്വർക്ക് പ്രോബ്ലം? വോയിസ് ക്ലിയർ അല്ലേ? മുനീർ ഡാൻ, അപ്പം മുനീറിൻ്റെ പ്രശ്നമാണോ? മുനീർ ഒന്ന്
മാറിയിരുന്ന് നോക്കൂ റേഞ്ചുള്ളടത്തേക്ക്. ഓക്കെ, അപ്പം മുനീറിൻ്റെ പ്രശ്നമായിരിക്കൂടാ, ഒന്ന് മാറിയിരുന്ന് നോക്കി നോക്കൂ. ഓക്കെ, അപ്പം അമേരിക്കക്കാരനായ റെസ് മോഗൻ എന്നാണ് നമ്മുടെ ഈ ഒരു വ്യക്തിയുടെ പേര് വരുന്നത്. അദ്ദേഹം 1978 അമേരിക്കയിലെ അരിസോണയിലാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായ ആളുകളുടെ ഹെൽത്തും വെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് നമുക്ക് ക്യാഷ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ ലൈഫ്. നേരെ മറിച്ച് ക്യാഷ് ഉള്ളവർക്കാണെങ്കിലോ ആരോഗ്യം വേണം. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ലൈഫിൽ. രണ്ടും വേണം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ ഹെൽത്തും വെൽത്തും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉള്ളതാണ് കമ്പനി ഈ ഒരു സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അലോവേര ഹണി പ്രൊഡക്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കരുതുന്നുണ്ടായിരിക്കും ഇനി ഒരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ നമ്മുടെ വർക്ക് എന്നാർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ, പ്രൊഡക്റ്റ് സ്റ്റാറ്റസ് വെക്കലാണോ, ജോബ് എന്നെങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ക്ലിയർ ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഇല്ല? നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യട്ടോ. നമ്മൾ ആകെ കുറച്ച് പേരേ ഉള്ളൂ. ആക്റ്റീവായിരിക്കുന്നവരെയാണ് നമ്മൾ മുന്നോട്ട് സെലക്ട് ആക്കുക. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കേൾക്കണില്ലേ? പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ എന്ന് ആർക്കും ഡൗട്ട്സ് ഇല്ല? എല്ലാവർക്കും ക്ലിയർ ആണ്? വർക്ക് ക്ലിയർ ആണ് എല്ലാവർക്കും? ഇന്നലെ പറഞ്ഞിരുന്നു സെല്ലിംഗ് അല്ലെന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് കമ്പനി ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. പിന്നെ സ്റ്റാറ്റസ് വെക്കുക, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ആളെ ചേർക്കുക, MLM മണി ചെയിൻ പോലെ, പിന്നെ മാഗ്നസ പോലെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. ഇതൊന്നുമല്ല നമ്മുടെ വർക്ക് വരുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഇപ്പം ഈ ഒരു മീറ്റിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഈ മീറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പേഴ്സണലായി അറിയുന്നവരുണ്ടോ? ആരെങ്കിലും എന്നെ പേഴ്സണലായി അറിയുന്നവരുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്പോൺസറിനെ പേഴ്സണലായി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? അറിയില്ല അല്ലേ? പിന്നെ നമ്മൾ ഈ ഒരു മീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മീറ്റിങ്ങിൻ്റെ കണ്ടന്റുകൾ തീർക്കാട്ടോ. നമ്മൾ എങ്ങനെയാണ് പരസ്പരം റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലിങ്ക് കണ്ടിട്ട്. ആ ലിങ്ക് എവിടെയാണ് കണ്ടത്? വീഡിയോ കോളിൽ. അത് വീഡിയോ കോളിലൂടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിച്ചത്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഓക്കെ. അതിന് കോമൺ ആയിട്ട് നമ്മളൊരു പേര് പറയും. യൂട്യൂബ്, നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളിവിടെ, സോഷ്യൽ മീഡിയ, ആര് പറഞ്ഞത് കറക്റ്റാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അല്ലേ? അതെ, അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകളുടെ സോഷ്യൽ മീഡിയ ത്രൂ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്ത് അതുവഴി അവരിലേക്ക് ഒരു ആവശ്യക്കാരായ ആളുകൾക്ക്
ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനറായിട്ടാണ് നിങ്ങളുടെ വർക്ക് ചെയ്യേണ്ടത്. അതായത് സാധാരണക്കാരായ ആളുകളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ് ത്രൂ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറുടെ സോഷ്യൽ മീഡിയയിലാണ് ഒരു ആഡ് കണ്ടത് അല്ലേ? ആ ആഡിൽ നിങ്ങൾ സെയിലെന്നോ പ്രൊഡക്റ്റ് സെല്ലിങ്ങെന്നോ പ്രൊഡക്റ്റ് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിനവിടെ മെൻഷൻ ചെയ്ത് കണ്ടിരുന്നോ? ഇല്ല. അവിടെ കണ്ടിരുന്ന കണ്ടന്റ് എന്തായിരുന്നു? നിങ്ങൾ അവിടെ കണ്ട കണ്ടന്റ് എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് പറയോ അവിടെ കണ്ട കണ്ടന്റ് എന്തായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സ്പോൺസറുടെ ആഡ് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ആ ആഡിൽ കണ്ടിരുന്ന കണ്ടന്റ് എന്തായിരുന്നു? പ്രൊഡക്റ്റ് സെല്ലിങ്, പ്രൊഡക്റ്റ് പ്രൊമോഷൻ, അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അതിൽ കണ്ടിരുന്ന കണ്ടന്റ് എന്തായിരുന്നു? നിങ്ങളുടെ സ്പോൺസർ അവിടെ ഷെയർ ചെയ്തത് സോഷ്യൽ മീഡിയാസ് ത്രൂ. കണ്ടിട്ടില്ല. പാർട്ട് ടൈം വർക്ക്, വീട്ടിലിരുന്ന് വരുമാനം നേടാം, ഹോം ജോലി ചെയ്യാം, വർക്ക് ഫ്രം ഹോം, ഇതൊക്കെയായിരുന്നു കണ്ടന്റ് അല്ലേ? അപ്പം നിങ്ങളുടെ സ്പോൺസർ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? ആളുടെ സോഷ്യൽ മീഡിയാസ് ത്രൂ ഈ ഒരു കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം എന്നൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരത്തെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു അല്ലേ? അത്രയും ക്ലിയർ ആണോ? യെസ്. അതായത് സോഷ്യൽ മീഡിയാസ് ത്രൂ സാധാരണക്കാരായ നിങ്ങളുടെ സ്പോൺസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആളുടെ സോഷ്യൽ മീഡിയാസ് ത്രൂ മറ്റുള്ളവരിലേക്ക് ഈ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി എത്തിച്ചു. ശേഷം നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മീറ്റിങ്ങിനുള്ള ലിങ്കുകളും ട്രെയിനിങ്ങിനുള്ള വീഡിയോസുകളും കാര്യങ്ങളും ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? യെസ്, അതെ. അപ്പോൾ ആള് പിന്നീട് എന്തായിട്ടാണ് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പോൺസർ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, യെസ്, ട്രെയിനിങ്. ആള് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനി ആയിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വർക്കിന്റെ മെയിൻ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്, ഓൺലൈൻ പ്രൊമോട്ടർ വിത്ത് ഓൺലൈൻ ട്രെയിനർ. ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നിങ്ങൾ വാട്സപ്പിൽ ചുമ്മാ വന്ന് ചോദിക്കുകയാണ് എന്താണ് ജോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് തന്നെ വിചാരിക്കുക? പ്രൊഡക്റ്റ് പ്രൊമോഷൻ, അതല്ലേ നമ്മളെല്ലാവരും മനസ്സിലാക്കി എടുക്കുക അതിനെക്കുറിച്ച്? പ്രൊഡക്റ്റ് പ്രൊമോഷൻ എന്നല്ലേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക? യെസ്. കാരണം ആരും അവിടെ കമ്പനി പ്രൊമോഷൻ ആണെന്ന് മനസ്സിലാക്കില്ല. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് പ്രൊമോഷൻ എന്നാണ് നമ്മളവിടെ വിചാരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഷോർട്ടിലൊരു ഇത് തരാതെ നിങ്ങളോട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും കൂടുതൽ അറിയാനായിട്ട് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. പലരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ മീറ്റിംഗ് എന്തിനു അറ്റൻഡ് ചെയ്യാൻ പറയണേ, നിങ്ങൾ ആദ്യമേ തന്നെ ഡീറ്റെയിൽസ് പറയുന്നു. പക്ഷെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു ജോബിന്റെ ഒരു ഹെഡിങ്, ഇപ്പം അതായത് ഒരു ബില്ലിംഗ് സ്റ്റാഫ്, അതുപോലെ ഒരു അക്കൗണ്ടന്റ് സ്റ്റാഫ് എന്ന് പറയുന്ന പോലെ ഒരു ഓൺലൈൻ ട്രെയിനർ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ക്ലിയർ ആവുമോ? ഓക്കെ സേന, മനസ്സിലാവില്ല. അപ്പം നിങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ ട്രെയിനറായി നിന്നുകൊണ്ട് നിങ്ങളുടെ സ്പോൺസർ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ആ ഒരു സെയിം മെത്തേഡിലൂടെ, ആ ഒരു സെയിം പ്രൊസീജിയറിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ക്ലിയർ ആണോ? അതായത് ആദ്യം നമ്മൾ ഇപ്പം ഞാൻ പറയാണ്, സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മുടെ പൃഥ്വിരാജ് കല്യാൺ സിൽക്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അദ്ദേഹം അത് വീട് തോറും അതിൻ്റെ തുണികളും കാര്യങ്ങളും പുതിയ ഒരു കാഞ്ചീപുരം പട്ട ഇറങ്ങി. അപ്പം അത് കൊണ്ട് നടന്നിട്ടാണോ അദ്ദേഹം നമ്മളെയൊക്കെ അറിയിക്കുന്നത്? വീടുകൾ തോറും കൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ല. ആള് എങ്ങനെയാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്? കല്യാണിന്റെ ഒരു പുതിയൊരു ഷോറൂം വന്നു, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ആഡ് കണ്ട്. ആഡ് നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മൾ എവിടെയാണ് ആഡ് കാണാറ്? പൃഥ്വിരാജിന്റെ ആഡ് സോഷ്യൽ മീഡിയ അല്ല, നമ്മുടെ ടെലിവിഷനിലാണ് നമ്മളവിടെ ആഡ് കാണുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്, കാരണം നമ്മൾ ടെലിവിഷനേക്കാളും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന കാലമാണ്. അപ്പം നമ്മൾ ടെലിവിഷനിലും പകരം മീഡിയയിലും കാണുന്നുണ്ട്. അപ്പോൾ ആളവിടെ ടെലിവിഷൻ വഴി അവിടെ നോർമലി നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കല്യാണിൻ്റെ ഇതിൻ്റെ പരസ്യങ്ങൾ ടെലിവിഷനിലൂടെയാണ് ആദ്യം വരുന്നത് അല്ലേ? അപ്പോൾ ആ ടെലിവിഷനിലൂടെ പൃഥ്വിരാജ് അവിടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കല്യാണിൻ്റെ ഓണർ എന്ന വ്യക്തി പൃഥ്വിരാജിനെ ഉപയോഗിച്ച്
ടെലിവിഷനിലൂടെ ചെയ്യുന്നു. നേരെ മറിച്ച് ഇവിടെ നമ്മുടെ റെക്സ് മോഗൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കമ്പനി ഫൗണ്ടർ ആയിട്ടുള്ള സാർ ചെയ്തിട്ടുള്ളത് എന്താണ്? പൃഥ്വിരാജിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ആളുകളെയാണ്. ആ ടെലിവിഷന് പകരം യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണക്കാരായ ആളുകളുടെ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അവിടെ പൃഥ്വിരാജിനെ പോലെ നല്ലൊരു എന്താ പറയുക സെലിബ്രിറ്റീനെ വെച്ചിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്ക് അവിടെ ആഡ് പ്രൊമോഷൻ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. നേരെ മറിച്ച് അദ്ദേഹം കരുതിയത് എന്താണ്? സാധാരണക്കാരായ ആളുകൾക്ക് നല്ലൊരു വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ചെറിയൊരു വർക്ക്. ഇപ്പോൾ കുട്ടികളെ ഇട്ടിട്ട് പുറത്ത് പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് ഒരു വർക്ക് ഫ്രം ഹോം. അതല്ല, ഇനി സ്റ്റുഡൻസിനാണെങ്കിൽ ചെറിയൊരു പോക്കറ്റ് മണി. ഇനി എംപ്ലോയീസിനാണെങ്കിൽ എക്സ്ട്രാ ഇൻകം വേണ്ടുന്നവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം. അവരുടെ ഏതാണോ കംഫർട്ട് ടൈം, ആ ഒരു ടൈമും കംഫർട്ട് പ്ലേസും ഉപയോഗിച്ച് അവർക്ക് വർക്ക് ചെയ്യാം. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ പൃഥ്വിരാജിന് പകരം ഇവിടെ നമുക്കാണ് അദ്ദേഹത്തിന്റെ കമ്പനി അവിടെ പ്രൊമോട്ട് ആവുകയും ചെയ്യും, എന്ന സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയൊരു വരുമാനം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇതിൽ ജോലിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എംപ്ലോയീസ് ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ഉണ്ട്? ഇപ്പോൾ എത്ര വർഷമായിട്ട് ജോലിക്ക് പോയി തുടങ്ങിയിട്ട്? ആതിര, മുനീർ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടോ? ഒരു വർഷമായിട്ടുള്ള. ഈ ഒരു വർഷത്തിനിടയ്ക്ക് മുനീറിന് മറ്റൊരാൾക്ക് വരുമാനം കൊടുക്കാവുന്ന രീതിയിൽ ആതിര 8 വർഷമായിട്ടുണ്ട്. മുനീർ നിൽക്കട്ടെ, ഒരു വർഷമായിട്ടുള്ളൂ. ആതിര 8 വർഷമായിട്ടുണ്ട്. ആതിരയ്ക്ക് ഈ 8 വർഷത്തിനിടയിൽ ആർക്കെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു ജോബ് ഞാൻ തരാം എന്ന് കോൺഫിഡൻറ്റോട് കൂടി പറയാൻ പറ്റിയിട്ടുണ്ടോ മറ്റൊരാളോട്? അപ്പോൾ ആതിരയുടെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, എനിക്കൊരു ജോലി വേണമായിരുന്നു, അത്യാവശ്യമാണ്, എനിക്കൊരു ജോലി കിട്ടുമോ, സെറ്റാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിര എന്ത് ചെയ്യും? വേക്കൻസികൾ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് ഒഴിവുണ്ടെങ്കിൽ ഞാൻ പറയാം. അത്രയല്ല ആതിരയ്ക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്, അതെ. എന്നാൽ നേരെ മറിച്ച് ഞാനിവിടെ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ അണ്ടറിൽ ഒരുപാട് പേര് വീട്ടമ്മമാരും സ്റ്റുഡൻസും അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ളവർ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് ഒരു 40,000 30,000 ആ ഒരു റേഞ്ചിലൊക്കെ വരുമാനം മേടിക്കുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ കോൺഫിഡൻറ്റോട് കൂടി ഓക്കെ, നിനക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോ, നിനക്ക് കംഫർട്ട് ആണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോ എന്ന് നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ സാധാരണക്കാരായ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനി പ്രൊമോട്ട് ആവുകയും ചെയ്യും, നേരെ മറിച്ച് അവർക്കൊരു വരുമാനം ആവുകയും ചെയ്യും. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ പൃഥ്വിരാജിന് പകരം നമ്മൾ സാധാരണക്കാരെ ഉപയോഗിച്ചും ടെലിവിഷന് പകരം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. അതായത് ഞാൻ ഒന്നുകൂടി വർക്കിനെ കുറിച്ച് എടുത്ത് പറയാം. ആരോ ഒരാൾ സൈനയാണ് തോന്നുന്നു ലാസ്റ്റ് കയറിയത്. സൈന, അത് നമ്മുടെ വർക്ക് വരുന്നത് ഇതാണ്. നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ സോഷ്യൽ മീഡിയാസ് ത്രൂ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി, അതായത് വർക്ക് ഫ്രം ഹോം എന്നൊരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്രൊമോട്ടറായും, ശേഷം നിങ്ങളെപ്പോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഒരു ഓൺലൈൻ ട്രെയിനർ ആയിട്ടുമാണ് നമ്മളിവിടെ വർക്ക് വരുന്നത്. നിങ്ങളുടെ സ്പോൺസർ എന്താണോ നിങ്ങൾക്ക് തരുന്നത് ആ സെയിം പ്രൊസീജിയറിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സെയിം, നിങ്ങളിവിടെ ഒന്നും പ്രത്യേകിച്ച് പഠിച്ചെടുക്കാനില്ല. നിങ്ങളിവിടെ പഠിച്ചെടുക്കേണ്ടത് എന്താണ്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ സെയിം നിങ്ങൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി എന്താണ് ഈ ഓൺലൈൻ പ്രൊമോഷണൽ ആക്ടിവിറ്റി? ഒരു ഓൺലൈൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ ഇങ്ങനൊരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് എക്സാമ്പിൾ. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നിങ്ങളുടെ സ്പോൺസർ നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നതാണോ? നിങ്ങളുടെ സ്പോൺസർ നിങ്ങളെ അന്വേഷിച്ച് വന്നതാണോ? ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്? അല്ല, നിങ്ങളാണ് നിങ്ങളുടെ സ്പോൺസറുടെ അടുത്തേക്ക് ചെന്നത്, അല്ലേ? അതെ, നിങ്ങളാണ് നിങ്ങളുടെ സ്പോൺസറുടെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്? ഓൺലൈൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വഴി പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയാസ് ത്രൂ ഒരു ഓൺലൈൻ പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ അദ്ദേഹം നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ അവിടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആളുടെ ടീമാണ്, അല്ലേ? ആ ടീമിൽ നിങ്ങൾ മുന്നോട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ ടീമിനെ ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു ടീം വർക്കായിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം പിന്നെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും.
ടീം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആളെ ചേർക്കലല്ലാന്ന് ഫസ്റ്റ് പറഞ്ഞു, പക്ഷേ ഇനിയിപ്പോൾ ടീം വർക്കിലേക്കാണ് ഇവർ വന്ന് നിൽക്കുന്നത്. ഇനി ഇതൊരു ടീം വർക്ക് തന്നെ ആയിരിക്കും, അല്ല സോറി, ഇതൊരു ആളെ ചേർക്കൽ തന്നെയാണോ എന്നിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യെസ്, ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷനിലൂടെ പറഞ്ഞു തരാം, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ മുകേഷ് അംബാനി ജിയോ സിം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സൈനയ്ക്ക് നാളെ ഒരു ജിയോ സിം ആവശ്യമുണ്ട്. അപ്പോൾ സൈന നാളെ രാവിലെ സൈനയുടെ കാര്യങ്ങളെല്ലാം കഴിച്ച് വീട്ടിലത്തെ പണികളെല്ലാം കഴിച്ച് സൈന ആധാർ കാർഡും ID പ്രൂഫും കാര്യങ്ങളൊക്കെ എടുത്ത് മുകേഷ് അംബാനിയുടെ വീട്ടിൽ ചെന്നിട്ട് സാർ എനിക്കൊരു ID പ്രൂഫ് അല്ല സിം വേണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കണക്ട് ചെയ്യുകയാണോ ചെയ്യുക സിമ്മിന് വേണ്ടിയിട്ട്? അല്ല. സൈന പിന്നെ എവിടെ പോവും? റീറ്റെയിൽ ഷോപ്പിൽ പോവും, മൊബൈൽ ഷോപ്പിൽ പോവും, മാർക്കറ്റിൽ പോവും. മാർക്കറ്റിലോ? മൊബൈൽ ഷോപ്പ്, റീറ്റെയിൽ ഷോപ്പ്, അതിൻ്റെതായ ഷോപ്പ് ഏതാണോ നമുക്ക് സിം കിട്ടുന്നവർ അതിന് വേണ്ടിയുള്ള സർവീസ് സെൻറ്ററുകളും കാര്യങ്ങളും അവിടെ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അവിടെയാണ് പോവുക, അല്ലേ? ഇനിയിപ്പോൾ ഈ ഒരു മുകേഷ് അംബാനി വിചാരിക്കുകയാണ് ഞാൻ മാത്രം മതി, ഇനിയിപ്പോൾ വരുന്ന പ്രോഫിറ്റുകളെല്ലാം എനിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ എന്ന് മുകേഷ് അംബാനി വിചാരിക്കുകയാണ് എങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും നല്ല രീതിക്ക് അവിടെ ബിൽഡ് ചെയ്ത് വരുമായിരുന്നു. ഈ ഒരു ജിയോ സിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അദ്ദേഹം അത് നല്ല രീതിയിൽ ഒരു ടീമിനെ വെച്ച് ബിൽഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും നല്ലൊരു പ്രോഫിറ്റിലേക്കും അതുപോലെ തന്നെ നല്ലൊരു ടേൺ ഓവറിലേക്കും പോകുന്ന ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്, അങ്ങനെ എത്താനായിട്ട് സാധിച്ചത്, അല്ലേ? അപ്പോൾ അദ്ദേഹം വഴിയെ പോകുന്നവരെ പിടിച്ച് ഈ ഒരു ടീമിൽ ചേർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സാധ്യമാകുമായിരുന്നോ? ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റുമായിരുന്നോ? ഇല്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു 100 പേരെ പോട്ടെ, ഒരു 10 പേരാണ് നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് സ്റ്റാഫായിട്ട് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു 10 പേരെയാണോ നമ്മളവിടെ എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്യുക? നമ്മൾ ഈ ഒരു 10 പേരെയാണോ ഇൻ്റർവ്യൂ ചെയ്യുക? അല്ല, അല്ലേ? നമ്മൾ അവിടെ എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്യും? ഒരു 10 സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് പേരെ നമ്മളവിടെ ഇൻ്റർവ്യൂ ചെയ്യും, ഇല്ലേ? നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നല്ല രീതിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 100 പോരാ, നമ്മൾ അതിൽ കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യും, ഇല്ലേ? കാരണം നമുക്ക് 100 പേരിൽ നിന്നൊന്നും ചിലപ്പോൾ 10 പേരൊന്നും കിട്ടിയെന്ന് വരില്ല. നമ്മൾ അതിൽ കൂടുതൽ ആളുകളെ നമ്മളവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നിട്ടായിരിക്കും നമ്മൾ 10 പേരെ തിരഞ്ഞെടുക്കുക. ഒത്തിരി പേരെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ നല്ല രീതിക്ക് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലേ? ഏറ്റവും ഇപ്പോൾ 100 പേര് വന്നെന്ന് വിചാരിച്ച് 100 പേരുടെയും ബയോഡാറ്റ മേടിച്ച് വയ്ക്കും, പക്ഷെ 100 പേര് നമ്മളവിടെ സെലക്ട് ചെയ്യില്ല. അതിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ഉള്ള ബയോഡാറ്റ ആരുടെയാണോ അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലേ? അതേപോലെ അദ്ദേഹം നല്ലൊരു ടീമിനെ അവിടെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അവർക്ക് ജോലി ഏൽപ്പിച്ച് കൊടുക്കുമോ? ഇപ്പോൾ റംഷീദ പുതിയൊരു ജോലിക്ക് പോവാണ്, പിറ്റേ ദിവസം തന്നെ ഫസ്റ്റ് ദിവസം തന്നെ റംഷീദ ചെല്ലുമ്പോൾ ഇന്നതാണ് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തരുമോ വർക്ക് ചെയ്യാനായിട്ട്? ഇല്ല. ആദ്യം എന്ത് തരും റംഷീദയ്ക്ക്? ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അതെ, കുറച്ച് നാൾ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത ശേഷമായിരിക്കും അവിടെ മുന്നോട്ട് പോകാനായിട്ട് റംഷീദയ്ക്ക് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോട് പറയും, ഈ കുട്ടി പുതിയ കുട്ടിയാണ്, ഡീറ്റെയിൽസുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അവരോട് പറയും. അത് ഏതൊരു സ്ഥാപനത്തിലായാലും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളും ഇവിടെ. ഇപ്പം മുകേഷ് അംബാനി അങ്ങനെ നല്ലൊരു ട്രെയിനിങ് സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ള സ്റ്റാഫിനെ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ നമ്മൾ ഓരോരുത്തരും കസ്റ്റമറായി ചെല്ലുമ്പോൾ ഏത് രീതിയിൽ ഏതെല്ലാം കസ്റ്റമർക്ക് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതേ സിസ്റ്റം തന്നെയാണ് നമ്മളും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളോട് പറയാണ്, ഇന്ന് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് പറഞ്ഞു തന്നു. നാളെ നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ് നിങ്ങൾ നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയോ? ഇല്ല, അറിയില്ല. അപ്പം അതേ ഒരു സിസ്റ്റം നമ്മളും ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു FE03 എന്ന് പറഞ്ഞ് നമ്മുടെ സിറിയക് സാറ് ഫൗണ്ടർ ആയിട്ടുള്ള ഈ ഒരു FE03 സിസ്റ്റത്തിനും അതേപോലെ തന്നെ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് പീരീഡിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ അവിടെ സക്സസ് ആയി മുന്നോട്ട് വരണം എന്നാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് ഇരിക്കുക. നമ്മളിവിടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ക്വാളിഫിക്കേഷനൊന്നും നമുക്കിവിടെ മാറ്റർ അല്ല. നിങ്ങളോട് ആരെങ്കിലും ക്വാളിഫിക്കേഷൻ ചോദിച്ചിരുന്നോ നിങ്ങളിവിടെ വർക്ക് ഫ്രം ഹോമിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ? അതെ, നമ്മുടെ സ്കില്ല് പോലെയാണ് നമ്മൾക്കിവിടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. അതെ, നമ്മൾ ക്വാളിഫിക്കേഷനൊന്നും ചോദിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു മുകേഷ് അംബാനി ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ നല്ല രീതിക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടീമിലൂടെയാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. അതുപോലെയുള്ള ഒരു ടീം സിസ്റ്റത്തിലൂടെയാണ് നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടീം സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നിങ്ങൾ ഓരോരുത്തരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സിറിയക് സാറിൻ്റെ എന്താ പറയുക ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കും. ആളാണ് നമ്മുടെ FE03 എന്ന് പറഞ്ഞ ടീമിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മുടെ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എടുത്തെടുത്ത് പറയാം. നിങ്ങൾക്കത് മൈൻഡിൽ വർക്ക് എന്താണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആദ്യം ഇവിടെ ഒരു സോഷ്യൽ മീഡിയാസ് ത്രൂ സാധാരണക്കാരായ ആളുകളുടെ സോഷ്യൽ മീഡിയാസ് ത്രൂ നല്ലൊരു ടീം എന്താ പറയുക ഒരു ആഡ് പ്രൊമോഷൻ ചെയ്യുന്നു. ആ ആഡ് പ്രൊമോഷൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വരുന്ന ആളുകൾക്ക് നല്ലൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു ടീമിലൂടെയാണ് നമ്മുടെ വർക്ക് സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന ടീമിൻ്റെ വർക്കിലൂടെ നടക്കുന്ന കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്ന് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാസം വരുമാനം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളത്? നിങ്ങൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടാണോ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്? അല്ല. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ജോബിന്. ഓക്കെ, ജോബ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുക. യെസ്, ക്യാഷ് ഉണ്ടാക്കുക. നമുക്കൊരു എംപ്ലോയീസ് ആണെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം, വീട്ടമ്മമാരാണെങ്കിലും വീട്ടിലിരുന്ന് കൊണ്ടുവരുമ്പോൾ യെസ്, അതാണ് കറക്റ്റ് ഉത്തരം. ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അത് ഏതൊരു വീട്ടമ്മയുടെയും എന്താ പറയുക ഒരു അത്ര വലിയൊരു ആഗ്രഹമാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൊച്ചുങ്ങളുടെ കാര്യമായാലും ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനായാലും നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യാനും സ്വയം ഒരു വരുമാനം ഉണ്ടാക്കാനും ഇതെല്ലാമാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രോഫിറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിവിടെ രണ്ട് തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടും. അതായത് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. അല്ല, കസ്റ്റമർ ക്രിയേഷനിലൂടെ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം ഞാൻ നെക്സ്റ്റ് പറയാം. കസ്റ്റമർ ക്രിയേഷനിലൂടെയും പ്രൊസ്യൂമർ ക്രിയേഷനിലൂടെയാണ് നമുക്ക് രണ്ട് തരത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കസ്റ്റമർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ മെത്തേഡാണ്. അതായത് നമുക്കിവിടെ പ്രൊഡക്റ്റ് സെല്ലിങ് ചെയ്യണ്ട, ഇനി അഥവാ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു സ്കില്ലുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കത് വേണ്ടാന്ന് നിർബന്ധിക്കണില്ല. ചിലപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമുക്ക് ചെറിയൊരു വരുമാനം അങ്ങനെയും ഉണ്ടാക്കാം. അതല്ലാന്നാണെങ്കിൽ പ്രൊസ്യൂമർ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രൊസ്യൂമറെ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളവിടെ പ്രൊസ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി കസ്റ്റമർ ആകുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു വർക്കിന് വേണ്ടി നിങ്ങൾ ഈ ഒരു മാസം ജോയിനായി, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്തും പറയാണ് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഈ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മാസം എല്ലാവരും അവിടെ എടുത്തു എന്ന് വരും. കാരണം നിങ്ങൾ ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ എന്ന് വിചാരിച്ചിട്ട്, അല്ലേ? ഫസ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊഡക്റ്റോ 2 പ്രൊഡക്റ്റോ ഒക്കെ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്യും, ഇല്ലേ? ഇല്ലേ?
യെസ്, അതെ. അപ്പോൾ നിങ്ങൾ അത് തന്നെ സെയിം എല്ലാ മാസം കണ്ടിന്യൂ ചെയ്യാണ്, എൻ്റെ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുമോ എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രൊഡക്റ്റ് എടുക്കുമോ? എല്ലാ മാസം നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കുമോ? ഇല്ല. മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അത് അവിടെ ഫ്ലോപ്പ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ പറയാം, അതെ അവൾ വരുന്നുണ്ട്, അടുത്ത പ്രൊഡക്റ്റ് പിടിപ്പിക്കാനുള്ള പരിപാടി ആയിരിക്കും. ഇനി അല്ലെങ്കിൽ എന്താ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ പോലും പറയും, അതിപ്പോൾ അടുത്ത പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാനാവും, അപ്പം അതുകൊണ്ട് ഇനി എടുക്കില്ല. പിന്നെ നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകും, കാണുമ്പോൾ ചിലപ്പോൾ മറഞ്ഞു പോകും, കോൾ അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾക്ക് അവിടെ മുറിവ് വരും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്പോൺസറുടെ സ്റ്റാറ്റസ് നോക്കാറുണ്ടോ? യെസ്, നോക്കാറുണ്ട്. അതിൽ ഓരോരുത്തരും മേടിക്കണ ഇൻകം സെയിം ആണോ? അതെ, ഇഷ്ടമായാലും എടുക്കും, പക്ഷെ എല്ലാ മാസവും എടുക്കില്ലല്ലോ, അതാണ് ചോദിച്ചത്. കണ്ടിട്ടില്ല. ഇനി റംഷീദ സ്പോൺസറുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ, അപ്പം അറിയാൻ പറ്റും. അതിൽ നമ്മൾ എല്ലാവർക്കും ഒരേ ഇതല്ല, മാറി മാറിയിട്ടാണ് ഇൻകം വരുന്നത്. അതായത് 10,000, 30,000, 60,000, 50,000, 1 lakh പ്ലസ് ഇതെല്ലാം മേടിക്കുന്നവരുണ്ട്, ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ എല്ലാ മാസം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് ഇതുപോലെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അങ്ങനെയാണെന്നാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും ഫോറവറിൽ ഇതൊന്ന് ജോയിൻ ചെയ്തേനെ. കാരണം എല്ലാ മാസവും പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് 30,000, 40,000, 60,000 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? അപ്പോൾ അതെ, എല്ലാവരും പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് റംഷിദ അവിടെ വന്നിട്ടുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊന്നും ഒരു കോട്ടം തട്ടില്ല. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വരുമാനം മേടിക്കാൻ പറ്റും. ഞാനും ഇപ്പോൾ ഒരു 40,000, 50,000 ഒക്കെ മന്ത്ലി വരുമാനം മേടിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഇപ്പോൾ ഈ ഒരു മാസത്തെ ഇൻകം ഒരു 42,000 രൂപയോളം, 43, അതിൽ നിന്ന് കുറച്ചൊരു 800 സംതിങ് ടാക്സ് പിടിച്ച് ഒരു 42 സംതിങ് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ ഒട്ടും കൈവിടില്ല. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാ മാസം വരുമാനം മേടിക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് സെല്ലിങ്ങിലൂടെ നടക്കില്ല, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വർക്ക് പ്രൊസ്യൂമർ ക്രിയേഷൻ ആണ്. നമ്മൾ ആരും പ്രൊഡക്റ്റ് സെല്ലിങ് ഇവിടെ പ്രോത്സാഹിപ്പിക്കണില്ല. ഇനി അഥവാ അതിന് സ്കില്ലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിന് നമ്മളാരും തടസ്സമല്ല. ഓക്കെ. അപ്പോൾ പ്രൊസ്യൂമർ ക്രിയേഷൻ ആണ് നമ്മുടെ വർക്ക്. ഞാൻ ഈ പറഞ്ഞ പ്രൊസ്യൂമർ ക്രിയേഷൻ എന്താണെന്ന് ക്ലിയർ അല്ലേ? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് പ്രൊസ്യൂമർ ക്രിയേഷൻ്റെ വർക്കാണ്. അതെല്ലാവർക്കും ക്ലിയർ അല്ല വർക്ക്? യെസ്, ക്ലിയർ ആണ്. ഇനി ഒരു പ്രൊസ്യൂമർ ആയിരിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു കസ്റ്റമർ ആയിട്ട് വേണം ഒരു പ്രൊസ്യൂമറായി മാറാനായിട്ട്. അതായത് ഒരു കസ്റ്റമറായി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല രീതിക്ക് ഒരു പ്രൊസ്യൂമറായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് കസ്റ്റമറായിട്ട് പ്രൊസ്യൂമർ ആവുക, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. കാരണം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നെന്ന് വിചാരിക്കട്ടെ. ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരു വ്യക്തി സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട്, ഇപ്പോൾ നമുക്ക് ഈസ്റ്റേൺ കമ്പനി എടുത്ത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കറി പൗഡറാണ്. അപ്പോൾ അതല്ലാതെ ഒരു പുതിയൊരു കമ്പനിയുടെ പൊടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ എന്താ പറയുക, പ്രൊമോട്ടർ പറയാണ്, മാം നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങളിത് കൊണ്ടുവന്ന് നോക്കും, നല്ല മൂവ്മെൻ്റ് ഉള്ള പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് എടുത്ത് നിങ്ങളുടെ ബാസ്ക്കറ്റിൽ ഇട്ടു. ശേഷം അപ്പം തന്നെ വേറൊരു വീട്ടമ്മ വരികയാണ് അവിടെ. എന്നിട്ട് ഇതേ സെയിം ഡയലോഗ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു എന്താ പറയുക, പ്രൊമോട്ടർ ആ ഒരു വീട്ടമ്മോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഈ വീട്ടമ്മ എടുത്തോ ഇല്ലയെന്ന് അറിഞ്ഞിട്ടല്ല, അറിയാതെ പറയാണ്, നിങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു സ്ഥിരം വരുന്നവരാകുമ്പോൾ നമുക്ക് കടയിലുള്ള ആൾക്കാരായിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നിങ്ങൾ പറഞ്ഞ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ, ആ ഒരു പൊടിക്ക് അത്ര നല്ലതൊന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത വീട്ടമ്മ അതവിടെ എടുക്കാനായിട്ട് തയ്യാറാവുമോ? നിങ്ങളൊന്ന് നോർമലി ചിന്തിച്ചാൽ മതി. നിങ്ങളാണെങ്കിൽ അവിടെ എടുക്കുമോ? അത് ആ പ്രൊഡക്റ്റ് കൊള്ളില്ല എന്ന് നിങ്ങളുടെ ചെവിട്ടാലെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എടുക്കും? അവിടെ എടുക്കില്ല. ഞാനായാലും എടുക്കില്ല. കാരണം എന്താണ്, ആ ഒരു പ്രൊഡക്റ്റ് നല്ലതല്ല എന്ന് ഉപയോഗിച്ച വ്യക്തിയാണ് പറയുന്നത്, അല്ലേ? നമുക്ക് നേരെ മറിച്ച് മറ്റേ പ്രൊമോട്ടർ ആരാണ്? ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊമോട്ടറായിട്ട് കമ്പനി നിർത്തിയിട്ടുള്ള ആളാണ്. ആൾക്ക് അവിടെ അത് മൂവ് ചെയ്യുക, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ള വർക്കേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ആ വീട്ടമ്മയ്ക്ക് എന്താണ്, ആൾ ഉപയോഗിച്ച കാര്യമാണ് അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ വാക്കിനാണ് ആ മറ്റേ വീട്ടമ്മ
പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവർ ആ പ്രൊഡക്റ്റ് അവിടെ എടുത്തിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ആയി, നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ചില്ല, മുന്നോട്ട് ജോയിൻ ആയി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോസ്പെക്ടസ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, മാം ഇന്ന പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന അലോവേര ജെല്ല് അല്ലെങ്കിൽ RG+, അല്ലെങ്കിൽ സ്കിൻ കെയർ ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് സ്കിൻ കെയർ ഞാൻ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, സ്ക്രബ്ബർ ഞാൻ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്ക്രബ്ബർ മേടിക്കണമായിരുന്നു, അതിൻ്റെ റിസൾട്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ സൈന എൻ്റെ ഒരു ഡൗൺലൈനാണ്. ഇപ്പോൾ എൻ്റെ ടീമിൽ സൈന ജോയിൻ ആയി. അപ്പോൾ സൈന പറയാണ്, സൈന ഞാൻ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സ്പോൺസറുടെ നമ്പർ തരാം, മഞ്ജു ചേച്ചിയുടെ നമ്പർ തരാം, അല്ലെങ്കിൽ ഞാൻ ആളോട് ചോദിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എന്ന് ആ ഒരു വ്യക്തിയോട് പറയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി പറയാണ്, നോക്കിയ സൈന എനിക്ക് ആളോട് ചോദിക്കണ്ട, എനിക്ക് ആളുടെ കോൺടാക്ട് നമ്പർ തന്നാൽ മതി, ഞാൻ ആളോട് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാം, അപ്പോൾ എനിക്ക് നേരിട്ട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എനിക്ക് ചോദിച്ച് നേരിട്ട് അറിയാലോ എന്നായിരിക്കില്ല സൈനയോട് അദ്ദേഹം പറയുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന ഒരു മറുപടി. അങ്ങനെയല്ലേ പറയാ? യെസ്, അതെ. അപ്പോൾ സൈനയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല എന്ന് അദ്ദേഹത്തിന് അവിടെ മനസ്സിലായി. നേരെ മറിച്ച് മഞ്ജു എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അറിയാമെന്ന് സൈനയിലൂടെ ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആൾ എന്നെ വിളിച്ചു, ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽസുകളും കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾക്കത് മനസ്സിലായി. അപ്പോൾ ആൾ പിന്നീട് എൻ്റെ അടുത്ത് ജോയിൻ ആവോ, തിരിച്ചു പോയി സൈനയുടെ അടുത്ത് ജോയിൻ ആവോ, എവിടെയായിരിക്കും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുക? എൻ്റെ അടുത്തായിരിക്കും ജോയിൻ ആവുക. കാരണം എന്താണ്, ഞാനാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന ക്ലാരിറ്റി ഉള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് അവിടെ ആൾക്ക് അല്ലെങ്കിൽ വർക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനോ ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് വലിയ പിടിപാടില്ലാത്ത ആളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളായാലും ഞാനായാലും അവിടെ അറിവുള്ള ആളുടെ അടുത്തായിരിക്കും നമ്മൾ ജോയിൻ ആവുക, അല്ലേ? അതേപോലെ നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു കസ്റ്റമറായി, നല്ലൊരു അധികം എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യണമെന്നല്ല, എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെ അപ്പം നമുക്ക് പറയാം, ഞാൻ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ആ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇന്ന പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇന്നതിൻ്റെ റിസൾട്ട് ഇതാണ് എന്ന് നമുക്കവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇല്ലേ? ഇപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് അലോബെറി നെക്ടാർ കണ്ടോ, അലോബെറി നെക്ടാർ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ലേഡീസിൻ്റെ പീരിയഡ്സ് പ്രോബ്ലംസിനും കാര്യങ്ങൾക്കൊക്കെ വളരെ ബെറ്റർ ആണെന്ന് ഇതിൽ കണ്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ഞാൻ പറയണില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. പിന്നെ ഇതാ അലോ മാംഗോ, ഇത് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കാര്യത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അലോ പീച്ചസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ പിന്നെ അലോവേര ജെല്ലി നോർമൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇതാണ്. കാരണം ഇതിൽ പ്യുവറായിട്ടുള്ള അലോവേരയുടെ ഇതാണ്. നമ്മുടെ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 10 ബോട്ടിൽ 350 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടുന്ന 10 ബോട്ടിൽ യൂസ് ചെയ്യണതിൻ്റെ ഫലം നമുക്ക് ഇതൊരൊറ്റ ബോട്ടിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഇൻഗ്രീഡിയൻസ് കണ്ടോ, ഇൻഗ്രീഡിയൻസ് ഇവിടെ കണ്ടോ, അലോവേര ഇന്നർ പൾപ്പ് എന്നാണ് കാണിക്കണത്, അലോവേര ലീഫ് ജ്യൂസ് ഇന്നർ പൾപ്പ് എന്നാണ് കാണിക്കണത്, കണ്ടോ? വായിക്കാൻ പറ്റുമോ നമുക്ക് ഇന്നർ പൾപ്പ് എന്നതിൽ? നിങ്ങളുടെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? കണ്ടില്ല? ഒരു മിനിറ്റ്, സ്ക്രീനൊന്ന് വലുത് കാണുന്നുണ്ടോ? ഓക്കെ, അത് ചിലപ്പോൾ സ്ക്രീൻ ചെറുതായത് കൊണ്ടായിരിക്കും. ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഇന്നർ പൾപ്പ്? നിങ്ങൾ നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ മതി. ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെ ക്ലിയറായി കാണാൻ പറ്റില്ല, അത് സ്ക്രീൻ ചെറുതല്ല, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ്ബർ കണ്ടോ, വളരെ നല്ല സ്ക്രബ്ബറാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. മറ്റുള്ള കമ്പനിയുടെ സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് സ്ക്രീനിൽ സ്ക്രാച്ച് വരും.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തരിതരിപ്പ് ചെറിയ അളവിൽ നമ്മൾ എടുത്താൽ മതി. അത് നമ്മൾ കൈ ഉണങ്ങണതിനനുസരിച്ച് കൈ നനച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കൺതടത്തിലൊക്കെ എനിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു, കറുപ്പ കളർ. അത് മാറി. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൺസ്ക്രീൻ ലോഷൻ ഉണ്ട്, അതെൻ്റെ കഴിഞ്ഞു, ഞാൻ ബോട്ടിൽ കളയുകയും ചെയ്തു. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും ഇല്ലേ, ആ ഫൗണ്ടേഷനൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിട്ട് ആ ഒരു സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു ലെയറായിട്ട് അത് കോട്ടിങ് പോലെ നിൽക്കും. അത് നമ്മൾ വൈകിട്ട് എത്ര വെയിൽ കൊണ്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു വൈറ്റനിങ്ങും മുഖത്ത് ഉണ്ടായിരിക്കും. അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റുകളൊന്നും ഞാൻ മുഖത്ത് യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്താത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കെമിക്കലാണ്. നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ആ ഒരു മാമിൻ്റെ അടുത്ത് ഒരു ട്രെയിനിങ് സെഷൻ, ഒരു ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ ആ ഒരു മാമിൻ്റെ അടുത്ത് നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചു, ഇതൊക്കെ കെമിക്കലല്ലേന്ന്. കെമിക്കലല്ലേന്ന് ചോദിച്ചപ്പോൾ ആ ഒരു മാം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം എടുത്ത് ആള് ഇങ്ങനെ കുറച്ചെടുത്തു, ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തു. എന്നിട്ട് ആള് അതിൻ്റെ എക്സ്പീരിയൻസ് ഒട്ടും കെമിക്കലല്ല നാച്ചുറലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾ എങ്ങനെയാണത് പ്രൂവ് ചെയ്തതെന്നറിയോ? ഇതാ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കയ്യിലെടുത്തത്, അതാ അങ്ങനെ നാവിൽ തേച്ചു. അങ്ങനെ നാവിൽ തേച്ചിട്ടാണ് ആ മാഡം അവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. മനസ്സിലായോ? എന്നിട്ട് ആളെ തുപ്പിക്കളയെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊട്ടും കെമിക്കലല്ല, 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്ന് എനിക്കവിടെ മനസ്സിലായി. അതിന് ശേഷമാണ് ഞാനിത് മേടിച്ച് വെച്ചിട്ടും ഉപയോഗിക്കാതിരുന്നൊരു വ്യക്തിയായിരുന്നു. പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ട്രെയിനിങ് സെക്ഷനിൽ അവിടെ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ച് വെച്ചു. പക്ഷേ എനിക്കെന്നാലും ഉപയോഗിക്കാനൊരു പേടി. പക്ഷേ ഈ ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങി. എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ടൂത്ത് പേസ്റ്റ് ഉണ്ട് കണ്ടോ, കൊച്ചു കുട്ടികൾക്ക് ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, നോ ഫ്ലൂറൈഡ് ഫ്രീ. പിന്നെ നമ്മുടെ കോൾഗേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും 6-7 വയസ്സായിട്ടുള്ള കുട്ടികളൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് കെമിക്കലാണ്. ഡോണ്ട് സോളോ, പല്ല് തേക്കുന്ന ഒരു സാധനം സോളോ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നത് എന്താണ്, ഈ ബ്രഷ് ചെയ്തിട്ട് ആ ഒരു ദിവസം ഫസ്റ്റിലെ തന്നെ ഇറക്കണത് നമ്മൾ വിഷമാണ് അല്ലേ. അപ്പോൾ കുട്ടികൾ തുപ്പില്ല, അവർക്ക് അതിൻ്റെ ഒരു മധുരം ഇതൊക്കെ ആയിട്ട് അവരത് ഇറക്കുകയാണ് ചെയ്യുക പല്ല് തേച്ച് കഴിഞ്ഞാൽ. അതൊക്കെ ഏറ്റവും കെമിക്കലായിട്ടുള്ള സാധനമാണ് നമ്മൾ ആ കുട്ടികളെ കൊണ്ട് നമ്മൾ തീറ്റിക്കണത്. രാവിലെ തന്നെ തീറ്റിക്കണത് വിഷമാണ്. അപ്പോൾ ഇതൊക്കെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സോപ്പ് പോലും കുട്ടികൾ, നമ്മൾ സാധാരണ സോപ്പൊക്കെ കുട്ടികൾ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി വയറ് കഴുകും ഇല്ലേ, കെമിക്കലാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ നമ്മുടെ അവോക്കാഡോ സോപ്പ് ഉണ്ട്. അത് ഒക്കെ കുട്ടികൾ, നമ്മൾ വലിയൊരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പോലും കുട്ടികളുടേത് പോലെ അത്രയും നല്ല മിനുസവും കാര്യങ്ങളൊക്കെ വരും, നല്ല സോഫ്റ്റ് ആവും. അത്രയും നല്ല പ്രൊഡക്റ്റാണ്. അതേമാതിരിയുള്ള പ്രൊഡക്റ്റുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹീറ്റ് ലോഷൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അമ്മയ്ക്ക് എന്നും മേലുവേദനയാണ്. ഇത് പറ്റിയിട്ട് നല്ല മാറ്റമുണ്ട്. പിന്നെ RG പ്ലസ് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ അവിടെ പേറ്റൻറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇതും പിന്നെ അതിൻ്റെ ഡ്രിങ്ക്, പിന്നെന്താണ് omega-3 ക്യാപ്സ്യൂൾ, ഇങ്ങനെ ഒരു കോംബോ ഇതാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. അത് ആദ്യം അമ്മ പറഞ്ഞു പൈസ ചിലവിട്ട് മേടിച്ചിട്ട് വെറുതെ കാശ് കളയാനാണ് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു. പക്ഷേ ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് RG പ്ലസിൻ്റെ ഒരു പാക്കും കൂടി മേടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം എന്താണ്, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് നല്ല മാറ്റം ഉണ്ടായിരുന്നു ആളുടെ ബോഡി പെയിനൊക്കെ. അല്ലെങ്കിൽ സാധാരണ നോർമലി മുറ്റത്തൊക്കെ പുല്ല് പറിച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല പെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം ആൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ ആൾക്ക് മാറ്റമുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് ജലദോഷം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡി പെയിൻ വന്നപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എനിക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. എനിക്കിത് പറ്റി ചൂട് പിടിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്, നല്ല രീതിക്ക് തന്നെ മാറ്റമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈർ ഫോർ അവർ, അതുപോലെ ഡ്രീം ഫോർ അവർ, ലേഡീസിൻ്റെ ജെൻസിൻ്റെ സ്പ്രേ ആണ്. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരെണ്ണം ഞാൻ മോനും ഒരെണ്ണം മോൾക്കും കൊടുത്തിട്ടുണ്ട്, ലേഡീസിൻ്റെ ജെൻസിൻ്റെ. അത് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം മാറിയിട്ട് കഴുകാനിട്ട് കഴിഞ്ഞാലും അതിന് സ്മെല്ല് മാറില്ല. അത്രയും സ്മെല്ലാണ്, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണ സ്മെല്ലാണ്. അത് കഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ വീണ്ടും മേടിക്കാൻ നിൽക്കുകയാണ്. അത് അത്രയും സ്മെല്ലാണ്. അവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞാനും എടുത്ത് യൂസ് ചെയ്യും. നല്ല സ്മെല്ലാണ്. സാധാരണ എനിക്ക് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയർപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തലയ്ക്ക് വിങ്ങും. പക്ഷെ ഇതിന് യാതൊരു കുത്തുമെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് അലോവേര ഷീൽഡ്,
ഇത് എൻ്റെ മോന് ഞാൻ മേടിച്ചു കൊടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഷത്തെ ഭയങ്കര കറുത്ത കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കറുത്ത കളറാണ്. ഇപ്പോൾ അത് ആ കറുത്ത കളർ മാറി ഒരു ചാര കളറായി മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണമാണ് അത്. പിന്നെ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. അവൻ വിയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. ഇപ്പോൾ ആ സ്മെല്ലും കുറഞ്ഞു, ആ കളറും കുറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾ നല്ല രീതിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്ന് അറിയാം. എന്നിരുന്നാലും ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് അവിടെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ല? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ പറയുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അഥവാ പ്രൊഡക്റ്റ് എടുക്കായാലും നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനല്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ആരുമില്ല, എല്ലാവരും പോയോ? ഓക്കെ, ക്ലിയർ. ഇനി നമുക്കിവിടെ 2 തരത്തിലുള്ള ഒരു ഇൻകം കിട്ടും. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. അപ്പോൾ ആക്റ്റീവ് ഇൻകം എല്ലാവർക്കും അറിയായിരിക്കും ഇല്ലേ? ആക്റ്റീവ് ഇൻകം എല്ലാവർക്കും അറിയില്ലേ? ജോലിക്ക് പോകുന്നവർക്ക് അറിയാൻ പറ്റും ആക്റ്റീവ് ഇൻകം എന്താണെന്ന്. യെസ്, അതായത് ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ജോലിക്ക് പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 30 ദിവസത്തേക്കാണ് ഒരു മാസത്തെ നമ്മുടെ എന്താ പറയുക സാലറി കണക്കാക്കണത് അല്ലേ? ആ ഒരു 30 മാസത്തിൽ ഒരു 10 ദിവസം, ഇപ്പോൾ റംഷീദ ജോലിക്ക് പോയിട്ട് ഒരു 10 ദിവസം റംഷീദയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തു. 20 ദിവസമാണ് ജോലിക്ക് പോയത്. അപ്പോൾ റംഷീദയ്ക്ക് കിട്ടുന്ന സാലറി എത്ര ദിവസത്തെ സാലറി ആയിരിക്കും? 20 ദിവസത്തെ കിട്ടുമോ 30 ദിവസത്തെ കിട്ടുമോ? 20 ദിവസത്തെ അല്ലേ? കാരണം എന്താണ്? റംഷീദ് 20 ദിവസം പ്രസന്റ് ആണ്, 10 ദിവസം ആബ്സെന്റ് ആണ്. അപ്പോൾ എത്രത്തോളം ദിവസമാണ് റംഷീദ് അവിടെ ആക്റ്റീവായി വർക്ക് ചെയ്തിട്ടുള്ളത്? ആ ആക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. ഇനി പാസീവ് ഇൻകം. അതായത് പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ ഇപ്പം റംഷീദയുടെ ഒപ്പം തന്നെ വേറൊരു 9 പേര്, അങ്ങനെ 10 പേര്, ഒരു 10 പേര് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ 9 മണിക്കൂർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു 10 പേര് 9 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എത്ര മണിക്കൂറിന്റെ വർക്ക് ഒരു ദിവസം കയറും? മണിക്കൂറിന്റെ വർക്ക് കയറും? 9 മണിക്കൂർ 10 പേര് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ 90 മണിക്കൂറിന്റെ വർക്ക് അവിടെ കയറി. ഈ 90 മണിക്കൂറിന്റെ ഇൻകം ആയിരിക്കുമോ റംഷീദയ്ക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു മാസം, ഒരു ദിവസത്തേക്ക് 90 മണിക്കൂർ ആയിരിക്കുമോ കാൽക്കുലേറ്റ് ചെയ്യുക? അല്ല, 9 മണിക്കൂർ അല്ലേ? ഈ 90 മണിക്കൂറിന്റെ ഒരു ദിവസം 90 മണിക്കൂർ വർക്ക് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ 90 മണിക്കൂറിന്റെ ഇൻകം വെച്ച് ഒരു മാസത്തേക്ക് ആ ഒരു 90 മണിക്കൂറിന്റെ ഇൻകം അത് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് എടുക്കുന്ന വ്യക്തി ആരായിരിക്കും? ആ പ്രോഫിറ്റ് എടുക്കുന്ന വ്യക്തി ആരായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? പറയേ, തെറ്റിയാലും കുഴപ്പമില്ല. OT ചാർജ് അല്ലടാ, ഓണർ. യെസ്, ഓണർക്കാണ് അവിടെ ആ ഒരു ഇൻകം കിട്ടണത് 90 മണിക്കൂറിന്റെ. അതെന്തുകൊണ്ടാണ്? ആൾ ആ ഒരു കമ്പനിയുടെ ഓണറാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ മാസം 30 ദിവസം നിങ്ങളവിടെ പോയി നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് പറയാണ് ഇപ്പോൾ ഓവർ ടൈം വർക്ക് ഉണ്ട്, ഒരു മണിക്കൂർ നിങ്ങൾ കൂടുതൽ നിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിങ്ങൾ അവിടെ 1 മണിക്കൂറൊക്കെ കൂടുതൽ നിർത്ത് വർക്ക് ചെയ്യിച്ചു. ഇനി മാസാവസാനം നിങ്ങൾക്ക് സാലറി തരുമ്പോൾ ആ കൂടുതൽ നിന്നതിൻ്റെ സാലറി നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാറുണ്ടോ അവിടെ? OT കിട്ടും. അതല്ലാതെ സാധാരണ നോർമൽ ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലും തരാറുണ്ടോ? ഇല്ല. അത് OT, പ്രത്യേകിച്ച് OT ഉള്ളവർക്കേ കിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ചേച്ചി ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്, ആൾ OT പീരീഡ് എന്ന് പറഞ്ഞിട്ട് OTക്ക് പോവാറുണ്ട്. ആ OTക്ക് പോകുമ്പോൾ മാത്രമേ ആൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ചില ആൾക്കാർ കൊടുക്കും, ചിലർ കൊടുക്കില്ല അല്ലേ? ഞാനും കുറേ വർഷങ്ങൾ ജോലിക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ ജോലിക്ക് പോവാതിരുന്നിട്ട്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പോയിട്ടും എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് കിട്ടുമെന്ന്. അപ്പോൾ നമുക്കങ്ങനെ തരില്ല. ചിലർ ഈ പറഞ്ഞ മാതിരി തരും, ചിലർ തരില്ല. അപ്പോൾ നമ്മൾ എത്ര തന്നെ അവിടെ പട്ടി പോലെ പണിതാലും നമുക്കൊരാളും ആ ഒരു 10 രൂപ ഒരു ബസ് ചാർജ് ആയിട്ടോ ഒരു ചായക്കാശായിട്ടോ തരുന്നില്ല.
നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് നമ്മൾ വർക്കിന്റെ ടൈം പറയുന്നു. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്താലും അതിന്റെ ഫുൾ പ്രോഫിറ്റ് കയറുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഇവിടെ. മനസ്സിലായോ? അപ്പൊ ആ ഓണറാണ് ആ ഒരു മുഴുവൻ സമയത്തും ഇതെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ 4 ഹവറിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്നത് നിങ്ങൾക്ക് അറിയോ? നമ്മളിവിടെ ഓണറാണോ? നമ്മളിവിടെ ഓണറാണോ? യെസ്, നമ്മളിവിടെ ഓണറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ID നമ്പർ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ID എടുത്തിട്ടുണ്ട് ഇല്ലേ? FBO ID. അതിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയോ? ഫുൾ ഫോം ആർക്കെങ്കിലും അറിയോ FBO IDയുടെ? അറിയില്ല. ഫോർ അവർ തന്നെയാണ്. ഫോർ അവർ ബിസിനസ് ഓണർ, FBO, ഫോർ അവർ ബിസിനസ് ഓണർ. അതായത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ബിസിനസ് ഓണേഴ്സ് ആണ്. നമ്മൾ ആരുടെയും അണ്ടറിലല്ല ഇവിടെ വരുന്നത്. FBO ID എടുത്താൽ ഇപ്പം നിങ്ങൾ ഇവിടെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും ഞാനും എല്ലാവരും നമ്മൾ FBOs എന്നാണ് പറയുക. അത് നമ്മളിവിടെ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ നമ്മളെല്ലാവരും ഇവിടെ FBOs ആണ്. ഒരേ ഒരു FE03 എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ പാസീവ് ഇൻകം കിട്ടുന്നത്. നമുക്കിവിടെ പാസീവ് ഇൻകം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു നമ്മളൊരു ടീം വർക്കാണ് പറഞ്ഞു. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് ഞാൻ എക്സാമ്പിളോടെ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ട്. ആ സൂപ്പർവൈസർ ഇപ്പോൾ രണ്ടാമത്തെ കൊച്ചിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വയസ്സ് ആവണേ ഉള്ളത്, 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കൊച്ചിന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഡെലിവറി പീരീഡിൽ ലേഡീസിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ പറയുന്നതാണ്, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയട്ടെ, കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്ക്, ഇനിയിപ്പോൾ വർക്കൊക്കെ അവിടെ വെക്കി എന്ന് പറയും വീട്ടിലുള്ളവർ ഇല്ലേ? ആ ഒരു ടൈമിൽ ആ ഒരു സൂപ്പർവൈസർ ഇവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളവിടെ റെസ്റ്റ് എടുത്ത് കിടക്കുന്ന ഒരു സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരു പാസീവ് ഇൻകം കിട്ടും. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ടീം വർക്കിംഗ് ആണെങ്കിൽ ഒരു പാസീവ് ഇൻകം കിട്ടും. മനസ്സിലായോ? കാരണം എന്താണ്? അദ്ദേഹം ഇവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ആള് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ആക്റ്റീവായ വർക്കിന്റെ ഇൻകം കിട്ടും. പിന്നെ ടീം വർക്കിംഗ് ആണെങ്കിൽ ടീമിന്റെ ഇൻകം കിട്ടും. അങ്ങനെ ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം കിട്ടും. ഇനി ആൾക്ക് ഇപ്പോൾ ഡെലിവറിയിലെ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് ആളവിടെ വർക്ക് ചെയ്തിട്ടില്ല കുറച്ച് നാൾ. പക്ഷേങ്കിൽ ആൾക്ക് അവിടെ ഒരു ഇൻകം വന്നിരുന്നു, നല്ലൊരു ടീം ഇൻകം വന്നിരുന്നു. പിന്നെ നമ്മുടെ സുരേഷ് സാറിൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പ, ആളിവിടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പ്രായമായിട്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു, പക്ഷെ അതാരും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു ഇൻകം അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻകം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതായിരിക്കാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം? ആർക്കെങ്കിലും അറിയില്ല? പാസീവ് ഇൻകം, അതായത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ടീം നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഒരു പാസീവ് ഇൻകം അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ല പാസീവ് ഇൻകം എന്താണെന്നുള്ളത്? അപ്പൊ നമ്മൾ ഇല്ലാതായി പോയാൽ പോലും നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ID വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വർക്ക് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ നമ്മൾ നല്ലൊരു ടീമിനെ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനില്ലാതായാലും എൻ്റെ ഒരു ടീമിന് വരുമാനത്തിന് വേണ്ടിയിട്ട് ടീം അവിടെ വർക്ക് ചെയ്യും ഇല്ലേ? അപ്പോൾ ആ ഒരു ടീമിന് കിട്ടുന്ന ഒരു പാസീവ് ഇൻകം പോലും എനിക്ക് അവിടെ ഒരു എന്താ പറയുക ഇൻസെൻറ്റീവ് പോലെ എൻ്റെ ഫാമിലിക്ക് അവിടെ ഒരു വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം ക്ലിയർ ആയോ? പെൻഷനല്ല, നമ്മുടെ വർക്ക് അനുസരിച്ചുള്ള ഒരു ഇൻകമാണ്. നമ്മൾ നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ളൊരു ടീമിനെ നമ്മളിവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഇൻകാണ് നമുക്കവിടെ, ആ ടീം വർക്കിംഗ് ആയതിൻ്റെ ഒരു ഇൻകാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി വരുന്നത് CC, കേസ് ക്രെഡിറ്റ്. ആർക്കെങ്കിലും അറിയോ കേസ് ക്രെഡിറ്റ് അഥവാ CC എന്താണെന്ന്? കോമൺ കറൻസി എന്നും പറയും. അതായത് നമ്മുടെ
കമ്പനി ഗ്ലോബലി വാല്യൂ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് CC എന്ന് പറയുന്നത്. ഇനി എന്താണ് CC എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ CC കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ പോസ്റ്റ് ലെവലുകളും വരുമാനവും ഒക്കെ കൂടുന്നത്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം കമ്പനിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു CCയിലൂടെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു 170+ കൺട്രീസിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അതിൻ്റെ എന്താ പറയുക കറൻസി വാല്യൂ വ്യത്യാസമാണ്. UAE ദിർഹമാണെങ്കിൽ ഖത്തറിൽ റിയാലാണ്, അമേരിക്കയിൽ ഡോളറാണ്, നമ്മുടെ കേരളത്തിൽ റുപ്പീസാണ് അല്ലേ. അപ്പം ഈ എല്ലാ എമൗണ്ടിനും നല്ല രീതിയിൽ ഒരേപോലെ പറയാനായിട്ട്, ഇപ്പോൾ കേരളത്തിലുള്ള മഞ്ജുവിന് ഇത്ര റുപ്പീസ് കൊടുത്തു, അമേരിക്കയിലുള്ള ഇന്ന ആൾക്ക് ഇത്ര ഡോളർ കൊടുത്തു, ഖത്തറിലുള്ള ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തു, അങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിന് പകരം ഒരേ വാല്യൂവിൽ പറയാൻ വേണ്ടി കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് CC എന്ന് പറയുന്നത്. ഈ CC കയറുന്നതിനനുസരിച്ച് നമ്മുടെ പോസ്റ്റ് ലെവലുകൾ ഉയരും, നമ്മുടെ ലെവലപ്പുകൾ വരും, നമുക്കതുപോലെ തന്നെ നല്ല രീതിക്ക് വരുമാനവും വർദ്ധിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ റാങ്കിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അതൊരു 2CCയിലാണ് നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്റ്റാണ് നമ്മളവിടെ വർക്ക് ചെയ്ത് കയറുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന ജോയിനിങ് ആവുന്നത്. ശേഷം നമ്മുടെ ഞാൻ പറഞ്ഞു നല്ലൊരു ടീമിനെ നമ്മളിവിടെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. ആ ടീമിനെ ബിൽഡപ്പായിട്ട് വരുമ്പോൾ നമ്മളും ആ ഒരു ടീമും കൂടി വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു 25cc ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറിൽ നിന്ന് സൂപ്പർവൈസർ ആവും. ഇനി 25cc-ന്ന് 75cc ആയി കഴിഞ്ഞാൽ കോൺസിക്യൂട്ടഡ് 2 മന്തിൽ നമ്മളവിടെ ഒറ്റ മന്ത് കൊണ്ടൊന്നും ഉണ്ടാക്കണ്ട, 2 മന്ത് കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. 2 മന്ത് അടുപ്പിച്ച് 25 ആയി കഴിഞ്ഞാൽ സൂപ്പർവൈസർ, 75 ആയി കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മാനേജർ, 120 ആയി കഴിഞ്ഞാൽ മാനേജർ. അപ്പം നല്ലൊരു ആക്റ്റീവ് ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജർ ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആക്റ്റീവ് ടീം കൂടെ ഉണ്ടെങ്കിൽ മാനേജർ ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഉറങ്ങിയ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രെയിനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളോട് പറയുന്നത് നമ്മളിവിടെ ആക്റ്റീവ് മെമ്പേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം നിങ്ങളിവിടെ നിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഞങ്ങളാരും നിങ്ങൾ ഇത്ര ദിവസം വർക്ക് ചെയ്തോ, ഇത്ര നേരം വർക്ക് ചെയ്തോ, നിങ്ങളെന്താ വർക്ക് ചെയ്യാത്ത, ഇതൊന്നും നിങ്ങളാരും നമ്മളിവിടെ ഫോഴ്സ് ചെയ്യണില്ല. നിങ്ങൾ 2 മണിക്കൂർ ഇന്ന് വർക്ക് ചെയ്തോ, നിങ്ങൾ എന്തെന്ന് 1 മണിക്കൂർ വർക്ക് ചെയ്ത് എന്താ 2 മണിക്കൂർ വർക്ക് ചെയ്യാത്ത, ഇതൊന്നും നമ്മൾ ചോദിക്കില്ല. നമുക്കവിടെ പുതിയ ബിസിനസ് നമ്മൾ ഓരോ മാസം നമുക്ക് പുതിയ വേക്കൻസികൾ വരും. ആ ഒരു വേക്കൻസിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അപ്ഡേഷൻസുകളും നിങ്ങളുടെ സ്പോൺസർ എന്ന നിലയിൽ ആ ഒരു ട്രെയിനർ നിങ്ങൾക്ക് തന്ന് ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നും സ്പോൺസറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ. അല്ലാതെ യാതൊരു ക്വാളിഫിക്കേഷനും നിങ്ങളോട് ഇവിടെ ചോദിക്കണില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ആക്റ്റീവ് മെമ്പറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പറയണത് നിങ്ങളോട് ആക്റ്റീവ് മെമ്പറായിരിക്കുക, മറ്റേ ട്രെയിനിങ്ങും കാര്യങ്ങളും ഫീഡ്ബാക്കും ഒക്കെ നല്ല രീതിക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങളെ മുന്നോട്ട് സെലക്ട് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് സ്വന്തം ഇപ്പം എന്നോട് എൻ്റെ സ്പോൺസർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാനിവിടെ എനിക്ക് വേണം, എനിക്കൊരു വരുമാനം വേണം എന്ന് വിചാരിച്ച് ഞാൻ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനവിടെ ഒരു ആക്റ്റീവ് മെമ്പർ ആവുള്ളൂ. അല്ലാതെ സ്പോൺസർ പറയുന്ന നിലയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല. ഇതൊന്നുമില്ലാതെ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആള് അപ്ഡേഷൻസുകൾ തന്നാൽ മതി. എൻ്റെ വർക്ക് എൻ്റെ രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പേഴ്സിനെയാണ് നമുക്കിവിടെ ആവശ്യം. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഈ ഒരു പോസ്റ്റ് ലെവലുകൾ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ പറ്റും, ജനറേഷന് കൈമാറാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു സൂപ്പർവൈസർ റാങ്കിലാണെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കിവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ഈ സെയിം സൂപ്പർവൈസറായിട്ട് തന്നെ എൻ്റെ മകനോ മകൾക്കോ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ വർക്ക് ചെയ്യാം. ഇനി ഞാനൊരു മാനേജർ ആയാൽ പോലും ആ ഒരു പൊസിഷനിലൂടെ അവർക്ക് അവിടെ വർക്ക് ചെയ്യാം. ഇനി നേരെ മറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ഓഫ്ലൈൻ ജോബിന് പോവുകയാണ്. ഓഫ്ലൈൻ ജോബിന് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ പറയാണ് എനിക്കിപ്പോൾ റിട്ടയർമെൻ്റ് ആയി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജോലിക്ക് വരാൻ പറ്റില്ല, എൻ്റെ മകനെ ഞാൻ നാളെ തൊട്ട് വിടാം, ആ ഒരു പോസ്റ്റും ആ ഒരു ജോബും അവന് കൊടുത്തേക്ക് അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ ഒരു ശരണ്യ എന്ന് പറഞ്ഞ സൂപ്പർവൈസറുടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് ആളുടെ വീട്ടുകാർ പറയാണ് ഇനി പ്രസവം കഴിഞ്ഞ്
റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് ഒരു പോവാണ്, ഒരു ലേഡീസിന് അവിടെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞിട്ട്, കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ട് നീ ജോലിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 വർഷം അല്ലെങ്കിൽ 6 മാസം ആൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സീറ്റ് അവിടെ ഒഴിച്ചിടും അവർ. ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആൾ കയറിയിട്ടുണ്ടായിരിക്കും ഇല്ലേ. എന്നാൽ നമുക്ക് ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എന്നാണോ നമ്മളവിടെ ബ്രേക്ക് ചെയ്തേക്കുന്നത് ആ ഒരു സെയിം പോസ്റ്റിലും സെയിം ഇൻകത്തിലും നമുക്ക് അവിടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കവിടെ ഒരു രണ്ടാമതൊരു റിന്യൂ ചെയ്യലോ കാര്യങ്ങളോ ഒന്നും നമുക്കവിടെ വരുന്നില്ല. മനസ്സിലായോ? പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നാലും നിങ്ങളുടെ പോസ്റ്റും വർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ സെറ്റാണ്. യാതൊരു തരത്തിലും നമുക്കവിടെ പോണില്ല. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വർക്കിംഗ് ആണ് സൂപ്പർവൈസറായിട്ട്. ഇപ്പോൾ എൻ്റെ മകന് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈമാറാണ്. ആ കൈമാറുമ്പോൾ അവന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണം. നേരെ മറിച്ച് എൻ്റെ ടീമിന് ഞാൻ നല്ല രീതിക്ക് നല്ലൊരു ടീമായിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ജോബ് വിട്ട് ഓഫ്ലൈൻ ജോബിലേക്ക് വരികയാണ്. ഇപ്പം ഞാനൊരു ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പ് തുടങ്ങി ഞാൻ നല്ല രീതിയിൽ കസ്റ്റമറിനെയൊക്കെ എന്താ പറയുക, കസ്റ്റമർ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഷോപ്പാണ്. സ്ഥിരം കസ്റ്റമർ കുറേ ഉണ്ട്. എന്നാൽ എൻ്റെ മകന് അവിടെ ചെന്നിരിക്കാൻ താല്പര്യമില്ല. അവനോട് ഞാൻ പറയുകയാണ്, എനിക്ക് കുറച്ച് നാളത്തേക്ക് വരാൻ പറ്റില്ല, നീ അവിടെ പോയിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവനവിടെ ചെന്നിരിക്കേണ്ടത് മനസ്സോടെയാണ്. അപ്പോൾ അവൻ പതുക്കെ കസ്റ്റമേഴ്സ് ഒന്നും വരുമ്പോൾ ശ്രദ്ധിക്കണില്ല, അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവിടെ കാര്യങ്ങളൊന്നും കൊടുക്കണില്ല എന്നാണെങ്കിൽ പിന്നീട് ആ ഒരു കസ്റ്റമർ എനിക്ക് അവിടെ തിരിച്ചു വരുമോ? എൻ്റെ ബിസിനസ് അവിടെ ഫ്ലോപ്പ് ആവില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, നാട്ടിൻപുറത്തൊക്കെ എന്താണ്, അച്ഛൻ്റെ കാലത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ കാലത്തൊക്കെ എന്തൊരു വലിയ ബിസിനസ്സായിരുന്നു, മകൻ നോക്കി നടത്താൻ തുടങ്ങിയപ്പോൾ ആ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പാളിച്ചായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളൊക്കെ? അതെന്തുകൊണ്ടാണ്? അവർ നല്ല രീതിക്ക് അവിടെ നോക്കി നടത്താത്തത് കൊണ്ട് ആ ഒരു ബിസിനസ് അവിടെ പൊളിയണതാണ് അല്ലേ. അതേപോലെ എൻ്റെ ബിസിനസ്സും അവിടെ എൻ്റെ മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പും അവിടെ പൊളിഞ്ഞു പോവും ഇല്ലേ. നേരെ മറിച്ച് അവനവിടെ ഈ ഒരു ഓൺലൈൻ ജോബിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ആ ഒരു ടീമിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം ഞാൻ അവിടെ എല്ലാം വേണ്ടുന്ന ഡീറ്റെയിൽസുകളും മാത്രമല്ല എൻ്റെ അപ്ലയൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവർക്ക് എന്നെ കണക്ട് ചെയ്തില്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ മകനോട് യാതൊരു തരത്തിൽ അവർ കണക്ട് ചെയ്യേണ്ടി വരില്ല. എൻ്റെ മകൻ അവരിൽ നിന്നാണ് പഠിക്കേണ്ടി വരിക. അപ്പോൾ എൻ്റെ ബിസിനസ് അവിടെ ഫ്ലോപ്പ് ആവുമോ ഞാൻ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് നല്ലൊരു ആക്റ്റീവ് മെമ്പറായിട്ട് നല്ലൊരു ലീഡറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ലോങ്ങിൽ നല്ലൊരു വരുമാനം ഇവിടെ മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആ ഇൻകം വന്ന മെസ്സേജ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ ഷെയർ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് കാരണം ചാറ്റ് കാണാൻ സാധിക്കില്ല. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ ഒരാൾ. യെസ്, കാണും. കണ്ടോ, ഇന്നത്തെ ഇങ്കാണിത്. 3/14 എൻ്റെ ഇൻകം ക്രെഡിറ്റ് ആയിട്ടുള്ളത്. 42,211, 43 സംതിങ് ആയിരുന്നു എനിക്ക് വന്നിട്ടുള്ളത്. അതെനിക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ടാക്സ് കുറച്ച് പിടിച്ചിട്ട് 4 അവർ ലിവിങ് ബാലൻസ് നോക്കണ്ട, എൻ്റെ അക്കൗണ്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ് കാണിക്കണത്. ഓക്കെ, കണ്ടില്ലേ? എല്ലാവരും ഇനി നല്ല ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് നാളെ മുതൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യില്ലേ? ഇതുപോലൊരു വരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ വാങ്ങണ്ടേ? ഒരു വീട്ടമ്മയായിരുന്നിട്ടാണ് ഇങ്ങനെ മേടിക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ഞാൻ 2 വർഷം ജോലിക്ക് പോവാതിരിക്കുകയാണ്. ഇപ്പോൾ
ഒരുപാട് വർഷങ്ങൾ ജോലിക്ക് പോയിട്ട് ഒരു 10,000 പോലും എനിക്ക് തികച്ച് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 40,000 ഒക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് പഠിക്കാൻ പോയില്ല. കൂട്ടുകുടുംബം കാര്യങ്ങളൊക്കെ ആയിരുന്നു, പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ എന്താ പറയുക, കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ ബില്ലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ജോലികൾക്ക് പോയിരുന്നത്. മാക്സിമം കിട്ടിയിരുന്ന ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആയിരുന്നു. ആ ഒരു സമയത്താണ് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാൻ 2023 ഇവിടെ ജോയിൻ ആയത്. ഇപ്പോൾ ഇവിടെ നല്ല രീതിക്കൊരു വരുമാനം മേടിക്കുന്നുണ്ട്. 63,000 വരെ മേടിച്ചിട്ടുള്ള മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ സ്പോൺസർക്ക് നല്ലൊരു വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങൾ വോയിസ് കൊടുക്കുന്നത് പോലെ നല്ലൊരു വോയിസ് ആൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു മീറ്റിൽ നിന്ന് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതും നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ നിങ്ങളുടെ സ്പോൺസേഴ്സിന് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളിവിടെ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് നിന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മീറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നും അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ലൊരു ആക്റ്റീവ് മെമ്പറായിട്ട് മുന്നോട്ട് വരിക. എല്ലാവർക്കും സെലക്ഷൻ കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.